നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 29ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ചാപ്റ്റർ 10 ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാണ്. സിവിൽ ഡിപ്പോസിറ്റുകളിൽ ഉൾപ്പെടുന്നത് ഏവ? താഴെ പറയുന്നവയിലെന്നാണ് ചോദ്യം. സിവിൽ ഡിപ്പോസിറ്റ്, റവന്യൂ ഡിപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, സിവിൽ കോടതി ഡിപ്പോസിറ്റ്, ഇവയെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇതിൽ സിവിൽ ഡിപ്പോസിറ്റ് എന്ന വിഭാഗത്തിൽ? നമുക്കറിയാം ഇതെല്ലാം തന്നെ, അതായത് റവന്യൂ ഡിപ്പോസിറ്റും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും സിവിൽ കോടതി ഡിപ്പോസിറ്റും ഒക്കെ തന്നെ എന്തിൽ വരുന്നതാണ്? ഈ സിവിൽ ഡിപ്പോസിറ്റിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഇവയെല്ലാം എന്ന ഓൾ ഓഫ് ദി അബോവ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിവിൽ ഡിപ്പോസിറ്റ് അല്ലാത്തത് ഏത്? ഉത്തരം ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. റവന്യൂ ഡിപ്പോസിറ്റ് ഒരു സിവിൽ ഡിപ്പോസിറ്റ് ആണ്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒരു സിവിൽ ഡിപ്പോസിറ്റ് ആണ്. സിവിൽ കോടതി ഡിപ്പോസിറ്റ് ഒരു സിവിൽ ഡിപ്പോസിറ്റ് ആണ്. മറ്റൊന്ന് ലോക്കൽ ഫണ്ട് നിക്ഷേപം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉത്തരമാണ്. ലോക്കൽ ഫണ്ട് നിക്ഷേപം ഒരു സിവിൽ ഡിപ്പോസിറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുസ്ഥാപനങ്ങൾക്കായിട്ട്, അതായത് പബ്ലിക് ബോഡീസ് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നിക്ഷേപ തുക ഏത് അക്കൗണ്ട് ഹെഡിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ റവന്യൂ ഡിപ്പോസിറ്റിലാണ്. പൊതു റവന്യൂ ഡിപ്പോസിറ്റിലാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. റവന്യൂ ഡിപ്പോസിറ്റ് എന്ന ഹെഡിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഏത്? പൊതുസ്ഥാപനങ്ങൾക്കായിട്ട് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നിക്ഷേപത്തുക. അടുത്ത ചോദ്യം, പോസ്റ്റൽ മണി ഓർഡർ വഴി അയച്ച പെൻഷൻ തുക അവകാശികളില്ലാതെ പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരികെ വന്നാൽ അത് ഏത് നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നത്? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. പോസ്റ്റൽ മണി ഓർഡർ ആയിട്ട് അയച്ച ഒരു പെൻഷൻ തുക അവകാശികളില്ലാതെ പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരികെ വന്നു. അങ്ങനെയെങ്കിൽ അത് ഏത് നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നത്? ഉത്തരം റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് റവന്യൂ ഡിപ്പോസിറ്റ്? എൻ്റെ ഇപ്പോൾ സിവിൽ ഡിപ്പോസിറ്റിനും മാറിയിട്ട് ഇപ്പോൾ റവന്യൂ ഡിപ്പോസിറ്റിലേക്കാണ് ചോദ്യം കടന്നിരിക്കുന്നത്. അപ്പോൾ റവന്യൂ ഡിപ്പോസിറ്റ് ഏതാണ്? റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് ചോദിച്ച് ഓപ്ഷൻ ഒന്ന് പറയാം. റവന്യൂ കുടിശ്ശികയ്ക്കായിട്ട് വിൽക്കുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ നല്ല പ്രവർത്തനങ്ങൾക്കോ ഉള്ള പ്രതിഫലമായി സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന തുക, ഫോറസ്റ്റ് സംബന്ധമായ കേസുകളുമായും മറ്റും ബന്ധപ്പെട്ട കമ്മീഷൻ ഫീ, അന്തർ സംസ്ഥാന വസ്തുക്കളുടെ വിൽപ്പനയുടെ ലഭിക്കുന്ന തുക. 4 തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം, ഇതിൽ റവന്യൂ ഡിപ്പോസിറ്റ് അല്ലാത്തത് ഏതാ? അന്തർ സംസ്ഥാന വസ്തുക്കളുടെ വിൽപ്പനയുടെ ലഭിക്കുന്ന തുക, അതായത് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് പ്രോപ്പർട്ടി. അതാണ് ഇവിടെ എന്തായിട്ടല്ലാത്തത്? റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് അല്ലാത്തത്. സോറി, ഇവിടുത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് റവന്യൂ ഡിപ്പോസിറ്റ് എന്നാണ്. അപ്പോൾ റവന്യൂ ഡിപ്പോസിറ്റ് ഇവിടെ അന്തർ സംസ്ഥാന, അതായത് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. അന്തർ സംസ്ഥാന വസ്തുക്കളുടെ വിൽപ്പനയുടെ ലഭിക്കുന്ന തുകയാണ് ശരിക്കും ഇവിടെ റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും റവന്യൂ ഡിപ്പോസിറ്റ് അല്ല. അടുത്ത ചോദ്യം, എല്ലാ വകുപ്പുകളിലും ടെൻഡർ നൽകാൻ ഉദ്ദേശിക്കുന്നവർ കെട്ടിവെക്കുന്ന പണം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അതായത് ടെൻഡർ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, റവന്യൂ ഡിപ്പോസിറ്റ്, പേഴ്സണൽ ഡിപ്പോസിറ്റ്, പബ്ലിക് വർക്ക് ഡിപ്പോസിറ്റ്. നമുക്കറിയാം അതൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. ഒരു ടെൻഡർ എടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ് ഈ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഡിപ്പോസിറ്റ് അല്ലാത്തത്, ഒരു നിക്ഷേപം അല്ലാത്തത്? അപ്പോൾ നിക്ഷേപം അല്ലാത്ത ഇതിൽ പറയുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. കോപ്പിയിങ് ഫീ ഒന്ന്, ബി ഇലക്ഷൻ ഡിപ്പോസിറ്റ്, മൂന്നാമത്തെ ശമ്പളത്തിൽ നിന്ന് സിവിൽ കോടതി കണ്ടുകെട്ടുന്ന തുക, നാലാമത്തെ കരാറുകാരിൽ നിന്ന് നിക്ഷേപ രൂപത്തിൽ ലഭിക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഇതിൽ ഏതാണ് എന്ത് ഒരു നിക്ഷേപമല്ലാത്തത്? അത് ആൻസർ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്ടേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഡിപ്പോസിറ്റ്. അതായത് കരാറുകാരിൽ നിന്ന് നിക്ഷേപ രൂപത്തിൽ ലഭിക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ് ഒരു നിക്ഷേപം അല്ലാത്തത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സിവിൽ കോടതി നിക്ഷേപം അല്ലാത്തത്? സിവിൽ കോടതി നിക്ഷേപം അല്ലാത്തത്. അതിൽ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ആണ് പറയുന്നത്, അതല്ലാത്തതാ പറയുന്നത്. അതിൻ്റെ ആൻസർ അതായത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനോടെ പറയുമ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. അന്തർ സംസ്ഥാന വസ്തുക്കളുടെ വിൽപ്പനയുടെ ലഭിക്കുന്ന തുക, പ്രിന്റർക്ക് നൽകാനുള്ള ബാക്കി തുക ലഭിക്കുന്നത് വരെ വിധിപ്പകർപ്പുകൾ അച്ചടിക്കുന്നതിനുള്ള ഫീസ്, അവകാശികളില്ലാത്തതും നശിച്ചു പോകുന്നതുമായ വസ്തുക്കളുടെ വിൽപ്പനയോടെ ലഭിക്കുന്ന വരുമാനം. അതിൻ്റെ ശരിയായ ഉത്തരം ഈ അവകാശികളില്ലാത്തതും നശിച്ചു പോകുന്നതുമായ വസ്തുക്കളുടെ വിൽപ്പനയുടെ ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ ഒരു സിവിൽ കോടതി നിക്ഷേപം അല്ലാത്തത്. അടുത്ത ചോദ്യം, അവകാശികളില്ലാത്തതും നശിച്ചു പോകുന്നതുമായുള്ള വസ്തുക്കളുടെ വിൽപ്പനയോടെ ലഭിക്കുന്ന വരുമാനം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അതായത് സെയിൽ പ്രൊസീഡ്സ് ഓഫ് അൺക്ലെയിംഡ് പെരിഷബിൾ പ്രോപ്പർട്ടി, അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പം അതിൻ്റെ ഉത്തരം വന്നായിരുന്നു. പിന്നെ താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ കോടതി നിക്ഷേപം അല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ ഉത്തരം വന്നു. അതിപ്പോൾ പിന്നെ ഏതിലാണെന്നാണ്, ഏത് കാറ്റഗറിയിലാണ് അത് വരുന്നതെന്നാണ് ചോദ്യം. അത് ശരിക്കും ഈ അവകാശികളില്ലാത്തതും നശിച്ചു പോകുന്നതുമായ വസ്തുക്കളുടെ വിൽപ്പനയോടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ശരിക്കും ക്രിമിനൽ കോടതി ഡിപ്പോസിറ്റാണ്, ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പേഴ്സണൽ ഡിപ്പോസിറ്റ് അല്ലാത്തത്? ദേവസ്വം ഫണ്ട്, പോലീസ് ഫണ്ട്, ചെയ്യേണ്ട ജോലിക്കാർക്കായുള്ള നിക്ഷേപങ്ങൾ, ലിക്വിഡേഷനിലുള്ള സഹകരണ സംഘങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മളിതൊക്കെ പിന്നെ പേഴ്സണൽ ഡിപ്പോസിറ്റ് കുറേ പറഞ്ഞിരുന്നു. ദേവസ്വം ഫണ്ട് പേഴ്സണൽ ഡിപ്പോസിറ്റ് ആണ്, പോലീസ് ഫണ്ട് പേഴ്സണൽ ഡിപ്പോസിറ്റ് ആണ്, ലിക്വിഡേഷനിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അത് പിന്നെ പേഴ്സണൽ ഡിപ്പോസിറ്റ് ആണ്. എന്നാൽ ചെയ്യേണ്ട ജോലികൾക്കായുള്ള നിക്ഷേപങ്ങൾ എന്ന ഡിപ്പോസിറ്റ്സ് ഫോർ വർക്ക് ടു ബി ഡൺ എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട് ഇവിടെ. അതാണ് ശരിയായ ഉത്തരം. അത് പേഴ്സണൽ ഡിപ്പോസിറ്റിൽ വരുന്നത് അല്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പേഴ്സണൽ ഡിപ്പോസിറ്റ് അല്ലാത്തത്? വീണ്ടും മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. പൊതുസ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിക്കായുള്ള നിക്ഷേപം ഒന്ന്, ട്രഷറി ക്യാഷ് ഓർഡറുകൾ രണ്ട്, ജില്ലാ കന്നുകാലി തൊഴുത്ത് ഫണ്ട് നാല്, ഗവൺമെന്റ് കോളേജുകളും ഹോസ്റ്റലുകളും മറ്റും ശേഖരിക്കുന്ന കോഷൻ മണി. ഇതേതാണ് പേഴ്സണൽ ഡിപ്പോസിറ്റ് അല്ലാത്തതെന്നാണ്. അതിൻ്റെ ആൻസർ പൊതുസ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിക്കായിട്ടുള്ള നിക്ഷേപമാണ്. അത് പേഴ്സണൽ ഡിപ്പോസിറ്റിൽ വരുന്നത് അല്ല. അടുത്ത ചോദ്യം, ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ട്രഷററുടെ കൈവശമുള്ള ട്രസ്റ്റ് ഇനങ്ങളുടെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏത് വിഭാഗത്തിലാണ് രേഖപ്പെടുത്തുന്നത്? ചാരിറ്റബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ട്രഷററുടെ കൈവശമുള്ള ട്രസ്റ്റ് ഇനങ്ങളുടെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏത് വിഭാഗത്തിലാണ് രേഖപ്പെടുത്തുന്നത്? അത് അതിൻ്റെ ആൻസർ ട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫണ്ട് ആണ്. ട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫണ്ട്. അടുത്ത ചോദ്യം, സർവീസിൽ നിന്നും വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പ്രോവിഡന്റ് ഫണ്ട് തുക
പലിശ സഹിതം പിൻവലിക്കാൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള കാലാവധി എത്രയാണ്? ഇത് നമ്മൾ പഠിച്ചതാണ്. അതായത് വിരമിച്ച ഒരു സർക്കാർ ജീവനക്കാരൻ അയാളുടെ അയാളുടെ ക്രെഡിറ്റിലുള്ള പ്രോവിഡന്റ് ഫണ്ടിൽ ക്രെഡിറ്റിലുള്ള തുക അയാൾക്ക് 6 മാസം കൂടി ആ നിക്ഷേപം അവിടെ തന്നെ ഇടാനും ആ 6 മാസം കൂടി പലിശ വാങ്ങാനും കൊടുക്കാനുമുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ 6 മാസത്തിന് ശേഷമേ അത് അവകാശികളില്ലാത്തതാവുള്ളൂ. അപ്പോൾ 6 മാസം വരെ അയാൾക്ക് പലിശ സഹിതം പിൻവലിക്കാം. അപ്പോൾ അത് എത്രയാണ്, കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നെയാണ് ആൻസർ. കാലാവധി 6 മാസം വരെയാണ്. പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ മെയ് 31 റിട്ടയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 30 വരെ അയാൾക്ക് വേണമെങ്കിൽ ആ PF ക്രെഡിറ്റിൽ ഇട്ടിട്ട് ആ പലിശ വാങ്ങാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഫോറസ്റ്റ് ഡിപ്പോസിറ്റിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് പിന്നെ ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പോസിറ്റ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 278 KFC വോളിയം 1, ആർട്ടിക്കിൾ 278 കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1. അടുത്ത ചോദ്യം, പൊതു ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? അതായത് പൊതു ആവശ്യങ്ങൾക്കായിട്ട് ഭൂമി ഏറ്റെടുക്കും. അപ്പോൾ ആ പാർട്ടികൾക്ക്, അതിൻ്റെ ഉടമകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും. അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അടങ്ങിയിരിക്കുന്നത് എന്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേരള ട്രഷറി കോഡിലാണോ, ബജറ്റ് മാനുവലിലാണോ, കേരള ലാൻഡ് അക്വിസിഷൻ മാനുവലിലാണോ, കേരള സർവീസ് റൂൾസിലാണോ, ഏതിലാണെന്ന ചോദ്യം. നമുക്കറിയാം അതൊരു അക്വിസിഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ കേരള ലാൻഡ് അക്വിസിഷൻ മാനുവലിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഇനമാണ് നിക്ഷേപമായി കണക്കാക്കാതെ ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി, താഴെ പറയുന്നവയിൽ ഏത് ഐറ്റമാണ് നിക്ഷേപമായിട്ട്, അതായത് ഡിപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കാതെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ അക്കൗണ്ട് ഹെഡിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് ഐറ്റമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ആൻസറുകൾ ബി, വിദ്യാർത്ഥികൾ ചേർക്കുന്ന കോഷൻ മണി ഉണ്ട്. വിവരങ്ങൾ നൽകുന്നവർക്കുള്ള പ്രതിഫലം, അങ്ങനെയുണ്ടല്ലോ ചില കേസുകൾ. വിവരങ്ങൾ നൽകുന്നവർക്കുള്ള പ്രതിഫലം, അതായത് റിവാർഡ്സ് ഓഫ് ഇൻഫോമേഴ്സ്, അത് നിക്ഷേപമായിട്ട് കണക്കാക്കാതെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ അക്കൗണ്ട് ഹെഡിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത റെസീറ്റുകൾ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത റെസീറ്റ്, അതായത് റെസീറ്റ്സ് ഫോർ വിച്ച് ഫുൾ പർട്ടിക്കുലേഴ്സ് ആർ നോട്ട് അവൈലബിൾ, അത് ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മിസ്ലേനിയസ് റെസീറ്റ്സ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഓഫ് അക്കൗണ്ട്സ്, അത് മിസലേനിയസ് റെസീറ്റിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. മിസലേനിയസ് റെസീറ്റ്. അടുത്ത ചോദ്യം, 3 സാമ്പത്തിക വർഷത്തിലകം അധികം അവകാശികളില്ലാതെ കിടക്കുന്ന റവന്യൂ ഡിപ്പോസിറ്റുകൾ എല്ലാ മാർച്ചിലും സർക്കാരിലേക്ക് കണ്ടുകെട്ടാറുണ്ട്, ഫോർഫിറ്റ് ചെയ്യാറുണ്ട്. അതായത് 3 ഫിനാൻഷ്യൽ ഇയറിലധികം അവകാശികളില്ലാതെ കിടക്കുന്ന റവന്യൂ ഡിപ്പോസിറ്റുകൾ എല്ലാ മാർച്ചിലും സർക്കാരിലേക്ക് കണ്ടുകെട്ടാറുണ്ട്. ഈ നിയമത്തിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ മൈനിങ് ലീസ്, പ്രോസ്പെക്ടിംഗ് ലൈസൻസ് എന്നിവയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ ലീസ് കാലാവധി തീരുന്നത് വരെ കണ്ടുകെട്ടില്ല. അതാണ് അവരുടെ ഇളവ് എന്ന് പറയുന്നത്.
3 വർഷത്തിനകം ഉള്ള റവന്യൂ ഡിപ്പോസിറ്റുകൾ എല്ലാ മാർച്ചിലേക്കും സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നാണ് റൂള്. എന്നാൽ അതിൽ കാര്യത്തിൽ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ട്. അത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ മൈനിങ് ലീസ്, പ്രോസ്പെക്റ്റിംഗ് ലൈസൻസ് എന്നിവയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ ഈ ലീസ് കാലാവധി തീരുന്നത് വരെ കണ്ടുകെട്ടില്ല. അടുത്ത ചോദ്യം, റവന്യൂ ഡിപ്പോസിറ്റിൽ ഉൾപ്പെട്ട 5 രൂപയിൽ കൂടുതലുള്ള തുക എത്ര കാലം പണമായി നൽകാതെ ഇരുന്നാലാണ് സർക്കാരിലേക്ക് കണ്ടുകെട്ടുക? 5 രൂപയിൽ കൂടുതലുള്ള തുക എത്ര കാലം പണമായി നൽകാതെ ഇരുന്നാലാണ് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നത്? നമുക്കറിയാം, 3 സാമ്പത്തിക വർഷത്തിലധികം ഇരുന്നാലാണ് കണ്ടുകെട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ നിക്ഷേപം തിരികെ നൽകേണ്ടത് ആരുടെ മുൻകൂർ അനുമതിയോടെയാണെന്നാണ് ചോദ്യം. സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ള ഒരു നിക്ഷേപം ആരുടെ മുൻകൂർ അനുമതിയോടെയാണ് തിരിച്ചു നൽകേണ്ടത്? നമ്മൾ പഠിച്ചതാണ്. അക്കൗണ്ടന്റ് ജനറലിൻ്റെ മുൻകൂർ അനുമതിയോടെയാണ് തിരിച്ച് നൽകേണ്ടത്. വീണ്ടും അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാരിലേക്ക് ക്രെഡിറ്റ് ചെയ്ത കണ്ടുകെട്ടിയ നിക്ഷേപം, അതായത് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ്, ആരുടെ അനുമതിയോടെ മാത്രമേ തിരികെ നൽകാവൂ? അത് അക്കൗണ്ടന്റ് ജനറലിൻ്റെ അനുമതിയോടെ മാത്രമേ തിരികെ നൽകാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ 10ാമത്തെ ചാപ്റ്ററിലെ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 11th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വ്യക്തമായിട്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഈ ഡിപ്പോസിറ്റിൽ ഓരോ കാറ്റഗറിക്കലായിട്ട് ഡിപ്പോസിറ്റുകൾ ഏതാണെന്ന് എക്സാമ്പിൾസ് കുറേ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആൻസറിങ് പറ്റുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.